നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ അടുത്തിടെയായിട്ട് ഡെയിലി രാവിലെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് പേര് വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ വ്യൂസ് ഒരുപാട് പേർക്ക് ഡൗൺ ആകുന്നു എന്ന പ്രശ്നം കമൻസ് വഴിയൊക്കെ ധാരാളം പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുറേ വീഡിയോസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നും എന്തുകൊണ്ടാണ് വ്യൂസ് കുറയാനായിട്ടുള്ള കാരണങ്ങൾ എന്നുള്ളതിന് കുറേ പരിശോധനകൾ, എന്താ നമ്മൾ ചെയ്യുന്ന തെറ്റ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യൂസ് ഡൗൺ ആയിട്ട് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇന്ന് കുറേ കാര്യങ്ങൾ നമ്മൾക്ക് സംസാരിക്കാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് 1-2 കമൻസ് എനിക്ക് വന്നിരുന്നു ഈ ഹാഷ്ടാഗിനെ കുറിച്ചിട്ട് സംശയം ചോദിച്ച്. അതായത് ഈ ഹാഷ്ടാഗ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്താൽ വീഡിയോ ടെർമിനേറ്റ് ചെയ്യുമോ, യൂട്യൂബ് വീഡിയോയ്ക്ക് എന്തെങ്കിലും സ്ട്രൈക്കോ പ്രശ്നങ്ങളോ വരുമെന്നോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു. ഹാഷ്ടാഗിനെ കണ്ടിന്യൂസ് ആയിട്ടോ ധാരാളമായിട്ടോ ഉപയോഗിക്കുന്നതുകൊണ്ട് വീഡിയോസൊന്നും ഡിലീറ്റ് ആകില്ല, പക്ഷേ അത് സ്പാമായിട്ട് യൂട്യൂബ് കണക്കാക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നമ്മൾ വ്യൂസിനെ കുറിച്ചിട്ട് മുൻപോട്ട് പറയാം. അതായത് സാധാരണ നമ്മൾ ഓരോ ചാനലുകാരും അവർക്കതായിട്ടുള്ള ഒരു കണ്ടൻറ്റ് വെച്ചിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പോൾ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്ന ചാനലുണ്ടാകും, ട്രാവലിംഗ് വ്ളോഗ്സ് ചെയ്യുന്നവരുണ്ടാകും, ഗെയിംസിനെ കുറിച്ചിട്ട് ചെയ്യുന്നവരുണ്ടാകും. അതുപോലെ ഇങ്ങനെ പല കണ്ടൻറ്റ് പല ടോപ്പിക്കിലോ തീമിലോ, അത് നിച്ചെന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ചെയ്തുകൊണ്ട് വരുമ്പോഴേക്കും ഇപ്പോൾ നിങ്ങളൊരു കുക്കിംഗ് വ്ളോഗ് ചെയ്യുന്ന ചാനലാണെന്ന് ഇരിക്കട്ടെ, കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഒരുപാട് പേര് നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇരിക്കുന്നവരൊക്കെ അത് കുക്കിംഗ് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഈ യാത്രകൾ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അവർ ആ ചാനലിൽ പോയിട്ട് അതിൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ കുക്കിംഗ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിരിക്കട്ടെ, പെട്ടെന്ന് നിങ്ങൾ അത് ചേഞ്ച് ചെയ്തിട്ട് ആ സബ്ജക്റ്റ് തന്നെ മാറ്റി വേറൊരു ഗെയിമോ ഇല്ലെങ്കിൽ ഒരു ട്രാവലോ അങ്ങനെ വേറെ ഏതെങ്കിലും ഒന്ന് സബ്ജക്റ്റിലോട്ട് മാറുമ്പോഴേക്കും സാധാരണ ഈ കുക്കിംഗ് ഇഷ്ടപ്പെട്ടിട്ട് വരുന്നവരാണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് അത് ഇഷ്ടമായിരിക്കില്ല, അവർ ആ വീഡിയോ കാണാതെ അങ്ങ് സ്കിപ്പ് ചെയ്ത് പോയി അങ്ങനെ വീഡിയോസ് കുറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഏത് ടോപ്പിക്കിലാണോ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ കണ്ടൻറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ മിക്സ് ചെയ്ത് എല്ലാ ടൈപ്പ് ഓഫ് കണ്ടൻറ്റും ഇടാറുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അവർക്ക് അങ്ങനത്തെ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ ആ രീതിയിൽ തന്നെ ആ മിക്സഡ് കണ്ടൻറ്റ്, പക്ഷേ കഴിയുന്നതും ഒരു മിക്സഡ് കണ്ടൻറ്റ് ഒഴിവാക്കി പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ നിങ്ങൾ എപ്പോഴും ഈ YT സ്റ്റുഡിയോയിൽ കയറിയിട്ട് അതിൽ അനലിറ്റിക്സിൽ ചെന്നിട്ട് ഒക്കെ നോക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ അനലിറ്റിക്സിൽ ചെന്ന് നോക്കിയാൽ ഇപ്പോൾ ഓഡിയൻസ് എന്ന ടാബൊക്കെ ഉണ്ടാവും. ഞാനിവിടെ സൈഡിൽ സ്ക്രീൻ ഷോട്ടായിട്ട് അത് ഷെയർ ചെയ്യാം. അവിടെ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് റിട്ടേണിങ് വ്യൂവേഴ്സ്, പുതിയതായിട്ട് വന്നിട്ടുള്ള ന്യൂ ആയിട്ടുള്ള വ്യൂവേഴ്സ്, അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ റിട്ടേണിങ് വ്യൂവേഴ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടുന്ന വീഡിയോസ് ഓൾറെഡി നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അവർ പിന്നെയും നിങ്ങളുടെ ഓരോ വീഡിയോസും വന്ന് കാണുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ എപ്പോഴും ഒരു വ്യൂവേഴ്സിൻ്റെ ബേസ് നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ ഈ കാണിക്കുന്ന പോലെ ഒരു ഗ്രാഫ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഗ്രാഫ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ നന്നായിട്ട് പുഷാകുന്നു, അത് എല്ലായിടത്തും പോയിട്ട് ഒരുപാട് പേര് കാണുന്നു എന്ന് മനസ്സിലാക്കാം. അതുപോലെ നിങ്ങളുടെ വ്യൂവേഴ്സ് മാക്സിമം യൂട്യൂബിൽ ഉള്ള സമയം ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യൂവേഴ്സ് മാക്സിമം ഉള്ള സമയം നോക്കിയിട്ട് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ എന്താണ് അതിൻ്റെ ഗുണമെന്ന് അറിയാമോ? നിങ്ങളുടെ വീഡിയോ വന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ട ഉടൻ തന്നെ ധാരാളം പേര് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർ തന്നെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വീഡിയോസിലോട്ട് വരുമ്പോഴേക്കും അൽഗോരിതത്തിന് മനസ്സിലാവാം ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് കൊള്ളാം, നല്ലൊരു കണ്ടൻറ്റാണ്, അതുകൊണ്ടാണ് ധാരാളം പേര് ഇത് കാണാൻ വരുന്നത് എന്ന് വിചാരിച്ചിട്ട് അത് നിങ്ങളുടെ വീഡിയോ വന്നിട്ട് പ്രൊമോട്ട് ചെയ്യും. അത് യൂട്യൂബ് തന്നെ അതിൻ്റെ അൽഗോരിതം തന്നെ അത് ധാരാളമായിട്ട് റീച്ച് കൊണ്ടുവരാനായിട്ട് നോട്ടിഫിക്കേഷൻസൊക്കെ കൂടുതൽ അയച്ചിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യും.
അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പിന്നെ ഇതിലൊരു വയലറ്റും പിങ്കും ഒക്കെ ഉള്ളൊരു ഗ്രാഫ് പോലെ ഒരു സംഭവം നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾ ചെന്ന് നോക്കിയാൽ നിങ്ങളുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ആ വീഡിയോ കാണുന്ന സമയം എന്താണെന്നുള്ളത് ആ ഗ്രാഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യൂസ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഈ കണ്ടൻറ് ഉണ്ടാക്കാനും എഡിറ്റിങ്ങിലും അതിന് മാത്രം നിങ്ങളുടെ സമയം മൊത്തം ചിലവാക്കരുത്. പലരും എന്താ വിചാരിക്കുന്നതെന്ന് അറിയാമോ, നല്ല രീതിയിൽ അടിപൊളി സിനിമാറ്റിക് സ്റ്റൈലിലൊക്കെ ഉള്ള എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടാൽ ഒരുപാട് പേര് വരും, അത് മാത്രം ചെയ്താൽ പോരാ. തീർച്ചയായിട്ടും കണ്ടൻറ് നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളത് വേറെ ഒരു വിഷയം. പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ അതൊക്കെ ചെയ്ത് അതിൻ്റെ അൽഗോരിതത്തിലൊക്കെ ചെന്ന് നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ യൂട്യൂബിൽ വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോസിന് കുറേ വ്യൂസും പെട്ടെന്ന് നിങ്ങൾക്ക് കൂടുതൽ സക്സസ്സും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം. അതുപോലെ ധാരാളം പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. വേറെ പല ചാനലിൽ ചെന്ന് നോക്കുമ്പോഴും എൻ്റെ സഹോദരിമാരൊക്കെ ടെക്കി ലേഡിയോട് ചെന്ന് ഡൗട്ട് ചോദിച്ചാൽ ഉടനെ പറഞ്ഞു തരും. അടുത്തിടെ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, അതിൽ സ്വപ്ന ടീച്ചർ, നമ്മുടെ സ്വപ്ന ലോകം എന്ന് പറഞ്ഞ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ചാനലാണ്. അപ്പോൾ അത് കണ്ടാൽ തന്നെ നമ്മൾക്ക് വളരെയധികം മോട്ടിവേഷൻ ലഭിക്കും. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞിരുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടപ്പോൾ അനിയത്തിക്ക് ഒരുപാട് നന്ദി പറയുന്നുണ്ട് ഇങ്ങനെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ. അതുപോലെ പല ചാനലും ഒരുപാട് പേര് എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ചാനലൊക്കെ ഞാൻ രാത്രി എത്ര ലേറ്റായാലും എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് 12 മണിക്ക് 1 മണിക്കൊക്കെയാണ് രാത്രിയിൽ ഞാൻ ഇതൊക്കെ കാണാറുള്ളത്. ചിലപ്പോൾ കമൻ്റ് ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ചാനൽ ഞാൻ കാണാറുണ്ട്. അതുപോലെ നല്ല നല്ല വീഡിയോസാണ്. തുടർന്ന് നിങ്ങൾ ഇതുപോലെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുക. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.